ഇന്ന് നമ്മൾ ഫിഷ് മപ്പാസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഫിഷ് മപ്പാസ് ചെയ്യുന്നതിന് ഓൾറെഡി നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 hour ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു. അത് ഞാൻ വെളിയിലെടുത്ത് വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനു വേണ്ടി ഒരു വലിയ സവോള അത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-12 ചെറിയ ഉള്ളി അതും നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് ജൂലിയൻ കട്ടാണ് ചെയ്തത്. അതുപോലെ തന്നെ ഗാർലിക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2 ചെറിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി വേണം, അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ വേണ്ടിയത്, നമുക്ക് ഒരുപാട് മുളക് പൊടി വേണ്ട. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഓൾറെഡി ഫിഷിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഉപയോഗിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു കുറച്ച് 1/4 ടീസ്പൂണോളം നമുക്ക് ഉലുവ, മുഴുവൻ ഉലുവ. പിന്നെ ഫൈനൽ ഗാർണിഷിങ്ങിന് വേണ്ടിയാണ് ഈ 1 തക്കാളി വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ എരിക്ക് വേണ്ടി പച്ചമുളക് ഉപയോഗിക്കുന്നുണ്ട്. ഇത് 4 പച്ചമുളക്, അത് ചെറിയ എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് 4 എണ്ണം എടുത്ത്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 3 എണ്ണം മതി. അപ്പം അതും നടുവേ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങാപ്പാലിലാണ് ഫിഷ് മപ്പാസ് കുക്ക് ചെയ്യുന്നത്. അപ്പം 1.5 കപ്പ് 2ാം പാലും 1 കപ്പ് 1ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ആദ്യം നമുക്ക് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്യണ്ട, എന്നാൽ പുറം നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞു വരണം, അകം പിന്നെ തേങ്ങാപ്പാലിൽ കിടന്ന് കുക്കായിക്കോളും. അപ്പം നമുക്കിനിയും ഫിഷ് വറക്കാൻ വേണ്ടി ചെയ്യാം. ഒരു പാന് അടുപ്പിൽ വെച്ച് അത് ചൂടായപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി, അതിലേക്ക് നമുക്ക് ഓരോന്നായി ഫിഷ് ഇട്ട് കൊടുക്കാം. അപ്പം 4 വലിയ ഫിഷുകളാണ്. 4 ഒരു പാനിൽ തന്നെ കൊണ്ടു. ചെറിയ പാനാണ് നിങ്ങളുടെ അടുത്തെങ്കിൽ അത് 2 പ്രാവശ്യമായിട്ടിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ഫുൾ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. 2 സൈഡും തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഉൾവശം വേകണമെന്നില്ല, ബാക്കി നമ്മൾ ഗ്രേവിയിൽ കിടന്ന് വെന്തോളൂ. അപ്പം 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സൈഡ് ടേൺ ചെയ്ത് ഇട്ട് കൊടുത്തു. അപ്പം ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉൾവശം നല്ലവണ്ണം അത് കുക്കായിട്ടുണ്ടാകില്ല, അത് സാരമില്ല, നമുക്ക് ഇനിയും തേങ്ങാപ്പാലി കിടന്ന് വേകും. ഇപ്പം ഇനിയും 3 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇത് അടുപ്പിൽ നിന്നും വാങ്ങി ഒരു ചട്ടി വെക്കാം. ചട്ടിയിലാണ് ഇന്ന് നമ്മൾ ഫിഷ് മപ്പാസ് തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ ഒരു നല്ലൊരു ഫ്ലേവർ ഫിഷിന് കിട്ടാൻ വേണ്ടി കുറച്ച് കറിവേപ്പിലയും തൂങ്ങി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഈ ഫിഷ് മപ്പാസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നു. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരുപാട് ഇല്ലായിരുന്നു, കുറച്ച് ഇരിപ്പുണ്ട്, ഞാൻ അതിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ട് 2 സൈഡും 3 മിനിറ്റ് വീതമായി. അപ്പം അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഒരു നല്ല പാത്രത്തിലോട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കാം. പൊടിഞ്ഞു പോകാതെ ചെറിയ സൂക്ഷിച്ച് ഓരോ മീനുകളും എടുത്ത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് വെക്കാം. എന്നിട്ട് ഈ ഫിഷ് ഫ്രൈ ചെയ്തതിൻ്റെ കുറച്ച് ഓയിൽ ഇതുള്ളത്, ഈ ഓയിൽ നമുക്ക് കറി വെക്കുമ്പോൾ ഇത് ഉപയോഗിക്കാം. ഒരു ചട്ടി വെച്ച് അതിലേക്ക് ചട്ടി ചൂടായപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തതിൻ്റെ കുറച്ച് ഓയിലും ഉണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായപ്പം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന 1/4 ടീസ്പൂണ് നമുക്ക് മുഴുവനെയുള്ള ഉലുവ ഇട്ട് കൊടുത്തു.
ഇനി ആ ഉലുവായി ഒന്ന് പൊട്ടട്ട് ആ എണ്ണയിൽ കിടന്ന്. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് തീയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയാണ് നമ്മൾ എടുത്തത്. ഒരു 8 അല്ലിയോളം വെളുത്തുള്ളിയുണ്ട്. ഇനിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലവണ്ണം ഒന്ന് വഴന്ന് വേണം. ഒരുപാട് മൂത്ത് പോകണ്ട. ഒന്ന് നല്ലവണ്ണം വഴന്ന് കഴിയുമ്പോൾ നമുക്ക് സവോളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മളുടെ സവോളയും ചെറിയ ഉള്ളി അരിഞ്ഞതും 4 പച്ചമുളക് നടുവേ കട്ട് ചെയ്തതും 1 പിടി കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലവണ്ണം ഇതൊന്ന് വഴന്ന് വരണം. ഒരുപാട് മൂത്ത് പോകണ്ട, എന്നാലും നല്ലവണ്ണം പച്ചമണമൊക്കെ മാറി നല്ലവണ്ണം വഴലണം. ഇനി നമുക്ക് എളുപ്പം വഴലാൻ വേണ്ടി 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫിഷിന് നമ്മൾ വറക്കാൻ നേരം ഉപ്പിട്ട് കൊടുത്താണ് ഫിഷ് വറുത്തെടുത്തത്. ഇനിയും ഈ സവോളയ്ക്കും ഗ്രേവിക്കും കൂടെ ഉള്ള ഉപ്പ് നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ 1 ടീസ്പൂണാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. സവോളയൊന്ന് 1/4 വഴന്ന് കഴിയുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒരു 1/4 മൂപ്പായിട്ടുണ്ട്. നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ആദ്യം ഇട്ട് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ്. അത് 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടിയും ചേർക്കാം. ഇവിടെ ഒരുപാട് എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ. അല്ലെങ്കിലും ഫിഷ് മപ്പാസിന് ഒരുപാട് എരിവ് അത്ര നല്ലതല്ല. ഓൾറെഡി നമുക്ക് ഇഞ്ചിയിൽ നിന്നും പച്ചമുളക് 4 എണ്ണം കീറിയിട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കുറച്ച് എരിവ് കിട്ടും. അതിൻ്റെ കൂടെ 4 ഫിഷിന് ആ 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ മതിയാകും. ഈ ഫിഷ് മൊത്തത്തില് അത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പേ 1 കിലോ ഫിഷ് ആയിരുന്നു ഇത്. അപ്പം വെട്ടി കഴിഞ്ഞപ്പം കുറച്ച് അതിന്റെ മുള്ളും തലയൊക്കെ മാറ്റിയപ്പം ഒരു 1/4 കിലോയോളം കുറഞ്ഞിട്ടുണ്ട്. അപ്പം 3/4 കിലോയോളം ഉണ്ട് ഈ 4 ഫിഷും കൂടെ. അപ്പം പൊടികളുടെയൊക്കെ നല്ല പച്ചമണം മാറിക്കഴിഞ്ഞപ്പോൾ നമുക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നല്ലവണ്ണം ഒന്ന് മൂത്ത് വരണം. ഈ തക്കാളി നല്ലവണ്ണം വെന്ത് നല്ല സോഫ്റ്റ് ആകണം. അപ്പം നമ്മുടെ സവോളയും തക്കാളിയൊക്കെ നല്ലവണ്ണം സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. നല്ല കുക്കായിട്ടുണ്ട്. നല്ല ചെറിയ തീയിലിട്ടാണ് ഇപ്പം ഞാനിത് ഇത്രയും കുക്ക് ചെയ്തെടുത്തത്. ഈ മസാലകളും സവോളയും തക്കാളിയെല്ലാം ഇതിൽ നിന്നും നമ്മൾ 1 ടേബിൾ സ്പൂണോളം ഈ തക്കാളിയും സവോളയും എല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് തണുക്കുമ്പോൾ അതൊന്ന് അരച്ചെടുക്കണം. നിങ്ങൾ എല്ലാവരും ഫിഷ് മപ്പാസ് വെക്കുമെങ്കിലും ഈ ഫിഷ് മപ്പാസ് ഒരു വെറൈറ്റി ആണ്. ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. ഇത് അരച്ച് ചേർക്കുമ്പോഴും പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഈ തക്കാളിയുടെ പുളിപ്പിൽ മാത്രമാണ് ഫിഷ് മപ്പാസ് ചെയ്യുന്നത്. ഇനിയും നിങ്ങൾ ഫിഷ് മപ്പാസ് ഉണ്ടാക്കുമ്പോൾ അതുപോലെ 2ാം പാല് ഇനിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ 2ാം പാല് ഒന്ന് ചെറിയ തിള വരുമ്പോൾ ആണ് നമ്മൾ ഫിഷ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും ഈ 2ാം പാല് ഇനിയും ഈ മസാല എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം കിടന്ന് ഒന്ന് ചെറിയ തിള വരട്ടെ. 2ാം തേങ്ങാപ്പാല് ഒഴിച്ചതിന് ചെറിയ തിള വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ മിക്സിയുടെ ജാറിൽ നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ അരപ്പും കൂടെ നമുക്ക് ആ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ആ അരപ്പെല്ലാം കൂടെ ഒന്ന് മിക്സായി. ഈ സമയം നമ്മൾ ഇതിൻ്റെ ഗ്രേവിയുടെ ഉപ്പൊക്കെ നോക്കി ഒന്ന് അത് പരുവത്തിന് ഉപ്പുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് മീനിനെ ഓരോന്നായിട്ട് പെറുക്കിയിടാം. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്. ഞാൻ ഉപ്പ് ടേസ്റ്റ് ചെയ്തു. ഉപ്പെല്ലാം പരുവത്തിനുണ്ട്. ഇനി നമുക്ക് ഒന്നായി ഫിഷുകൾ ഇട്ട് കൊടുക്കാം.
ഒരുപാട് നമ്മൾ ഇട്ട് തവിയും ഒന്നും ഇട്ട് കുത്തി ഉടയ്ക്കല്ലേ, വളരെ സൂക്ഷിച്ചു വേണം അത് ഗ്രേവിയൊക്കെ ആ കഷ്ണങ്ങളിലേക്കൊന്ന് ആക്കി കൊടുക്കാൻ വേണ്ടി. ഇനിയും മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പം തീ ഇരിക്കുന്നത്. ഇനി അതൊരു ലോ ഫ്ലെയിമിലേക്കാക്കി ഒന്ന് ഇനി ഫിഷ് എല്ലാം ഒന്ന് ആ ഗ്രേവിയിലൊന്ന്, ഇനി ഒരുപാട് നേരം വേണ്ട, ഓൾറെഡി ഇതൊന്ന് മുക്കാൽ ഫ്രൈ ആയ ഫിഷാണ്. ഇനിയും കുറച്ച് നേരം കൂടെ ഈ ഗ്രേവി കിടന്ന് ഇത് കുക്കാകട്ടെ. കുറച്ച് അരപ്പെടുത്ത് അരച്ചാൽ മതി. അരച്ച് കൊടുക്കുമ്പോൾ അതിൽ ആ കുക്കായ തക്കാളിയിൽ നിന്നൊക്കെ നല്ലവണ്ണം അരച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു പുളിയും ആ ഫിഷിന് പുളിയും ഒക്കെ ചേരും. നമ്മളല്ലാതെ കുടംപുളിയോ വാളംപുളിയോ ഒന്നും പിഴിഞ്ഞ് ചേർക്കുന്നില്ല. അപ്പം തക്കാളിയുടെ പുളിയാണ് ഇത് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനൊന്ന് അരച്ച് ചേർത്താൽ ആ മീനയിലോട്ടൊക്കെ അത്യാവശ്യം വേണ്ട നല്ലൊരു പുളിയും വരും. അപ്പം നല്ല ടേസ്റ്റുമാണ് കറിക്ക്. ഇനി നമുക്ക് അടപ്പടച്ചു കൊടുക്കാം. ഇടയ്ക്ക് അടപ്പ് തുറന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുത്. മീൻ വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാം പാല് ചേർക്കുന്നതിന് മുമ്പായിട്ട് ആ നമ്മള് തക്കാളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരുന്നത് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഒരു ഭംഗിക്കും ആ ഫിഷ് മപ്പാസിന്റെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് മെയിൻലി. പിന്നെ ഇതിൽ നിന്നും കുറച്ചുകൂടെ ഒരു പുളിയൊക്കെ ഒന്ന് ഇറങ്ങും. ഇപ്പം കറിക്ക് ഞാനത് അരച്ച് ചേർത്തുകൊണ്ട് അത്യാവശ്യം നല്ല പുളിയുമുണ്ട്, എന്നാൽ ആ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ നല്ല രുചിയുമുണ്ട്. അപ്പം നിങ്ങൾ ഇനിയും ഫിഷ് മപ്പാസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് വഴറ്റുന്നതിൽ നിന്നും ഒരു ടേബിൾ സ്പൂണോ നിങ്ങൾ വഴറ്റുന്ന സവോളയുടെ അളവനുസരിച്ച് അതിൽ നിന്നും നല്ല ഒരു കുറച്ച് എടുത്ത് ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കണം. അപ്പം നല്ലൊരു ടേസ്റ്റ് ആവും കറിക്ക്. ഇപ്പം ഫിഷ് ഏകദേശം കുക്കായിട്ടുണ്ട്, ഒരു 95% കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു 1/2 ടീസ്പൂണാണ് കുരുമുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒന്നാം പാല് ചേർത്ത് കൊടുത്തു. ഞാൻ ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞിട്ട് ചട്ടിയെല്ലാം ഒന്ന് ചുറ്റിച്ച് കഴിഞ്ഞ് ഉപ്പ് നോക്കിയപ്പോൾ ഒരു സ്വല്പം ഉപ്പിന്റെ കുറവുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. ഇപ്പം ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞ് ചെറിയ തിള വരുന്നുണ്ട്. ഇനിയും ഒരുപാട് സമയം അടുപ്പിലിരുന്നാൽ അത് പിരിഞ്ഞു പോവും. ഇനിയും അത് തീ ഓഫ് ചെയ്ത് ചട്ടി വാങ്ങി വെക്കുവാണ്. ഇനി അടപ്പടച്ച് കുറെ നേരം കഴിഞ്ഞ് ഇനിയും ഈ ഡിഷ് ഔട്ട് ചെയ്യാവും കറി. ഈ താളിച്ചൊഴിക്കാൻ വേണ്ടി നമ്മൾ ഒരു സ്പൂണോളം കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. മൊത്തം കറിക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചത്. ഇനി അത് എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ചുമന്നുള്ളി എത്രയും ചേർക്കുന്നത് മപ്പാസിന് നല്ല ടേസ്റ്റ് കൊടുക്കും. ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് നമുക്ക് 2 മുളക് നടുവേ മുറിച്ചതും ഒരു പിടി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മൂത്തിട്ട് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ താളിച്ചെടുത്ത് ഇതെല്ലാം കൂടെ വറുത്തെടുത്തതൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല ആ വെളിച്ചെണ്ണയ്ക്കകത്ത് ആ ചെറിയ ഉള്ളിയൊക്കെ മൂത്തതൊക്കെ നല്ല ഒരു മണമാണ്. ഇനി ഇതെല്ലാം കൂടെ ഇതിനകത്തേക്ക് കിടക്കട്ടെ. എന്നിട്ട് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. നമ്മൾ ഈ കറി വിളമ്പുന്നത് കുറച്ച് കഴിഞ്ഞേ ഇനി ആകാവൂ. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു. നല്ല അടിപൊളി കറിയാണ്, ചുമ്മാതെ തെള്ളുന്നതല്ല, അടിപൊളി കറിയാണ്. നിങ്ങൾ ഇപ്പോഴൊന്ന് വെച്ച് നോക്കണം. അപ്പം നമുക്ക് ഫിഷ് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടു. കുറച്ച് ചോറും കൂടെ. ഈ ഫിഷ് മപ്പാസ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ റൈസിന്റെ കൂടെ എന്തിന്റെ കൂടെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഈ ഗ്രേവിക്കൊക്കെ ഒരു ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പം നിങ്ങളെ ഇത് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇന്ന് ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരാളെ നിർബന്ധിച്ച് വീഡിയോയിലേക്ക് വരുത്തുന്നുണ്ട്. ആൾക്ക് വീഡിയോയിൽ വരാനൊന്നും അത്ര ഇഷ്ടമില്ലാത്തതാണ്. ഞാൻ ഒരുപാട് നിർബന്ധിച്ച കൊണ്ട് മാത്രം വരുന്നുണ്ട്. വാ, ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ റിയൽ ആയിട്ടുള്ള
ടേസ്റ്റ് പറയണം. കരിമീൻ. നോക്കിയിട്ട് പറ. ഫിഷും കൂടെ കൂട്ടിയിട്. ആണോ? ഫിഷിലെല്ലാം പിടിച്ചിട്ടുണ്ടോ അല്ലേ? ഓക്കെ, അപ്പം ഇഷ്ടമായില്ലേ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കമന്റും ഷെയറും ഒക്കെ തരുമ്പോഴാണ് എനിക്കും കൂടുതൽ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പം എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേരുന്നു. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു ഓൾ. ബൈ.